ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. പല രീതിയിൽ MDF ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഏരിയകളിലൊക്കെ നമ്മൾ പ്രൊജക്ഷൻ വർക്കുകൾ അതുപോലെ തന്നെ ഡിസൈൻ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ലേബർ ചാർജ് അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസൊക്കെ എല്ലാം കുറച്ചുകൊണ്ട് ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അലൂമിനിയം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. വളരെ രീതിയിൽ തന്നെ അലൂമിനിയം ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ ഫാബ്രിക്കേഷൻ വർക്ക്, അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ മൾട്ടിവുഡ് ഉപയോഗിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇത് അലൂമിനിയത്തിൻ്റെതാണ് മൊത്തം വർക്ക് നമ്മൾ ചെയ്തത്. അതായത് കബോർഡ് വർക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ തന്നെ ഫ്രെയിം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അലൂമിനിയത്തിൻ്റെ ഷീറ്റുകളും മൈക്ക ഷീറ്റുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ സ്ക്വയറുകളും കോളങ്ങൾ അടിച്ചിരിക്കുന്നത് എല്ലാം തന്നെ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിമുകൾ ചെയ്തു. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇടാനുള്ള ഓപ്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് തീരും. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിവുഡ് യൂസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിവുഡ് ഉപയോഗിക്കുമ്പോൾ മൾട്ടിവുഡിൻ്റേതായ ഹൈ കോസ്റ്റ്, പിന്നെ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ചാർജുകൾ, എല്ലാ കാര്യങ്ങളും, പിന്നെ അതിന് ശേഷം അവസാനം എല്ലാം ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് വരുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ നല്ലൊരു സമയം കാര്യങ്ങളും പിന്നെ അതുകൊണ്ട് എക്സ്പെൻസും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും. ഇത് ഫാസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങി ഇന്നിപ്പോൾ വൈകിട്ട് എന്തോരം ചെയ്തു അത്രയും വരെ ഫിനിഷിംഗ് ആയിരിക്കും, ഫിനിഷിംഗ് വർക്കായിരിക്കും കഴിഞ്ഞിരിക്കും. പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റ് ഇതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതായത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് മെറ്റീരിയൽസ് കോസ്റ്റ്, പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ചാർജ്, പിന്നെ വരുന്ന പെയിൻറ്റിങ് ചാർജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു എക്സ്പെൻസാണ്. നമ്മൾ ഈ പറഞ്ഞ മൾട്ടിവുഡ് അതുപോലെ തന്നെ MDF ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത്രയും എക്സ്പെൻസ് വരുന്നില്ല. നേരെ വരച്ച് വർക്ക് ചെയ്യുക. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മൾട്ടിവുഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റിങ്ങിലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ തന്നെ MCയിലോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഹോളുകളൊക്കെ അടച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് അവസാനം പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പുകൾ വരാത്തില്ല. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ ഈ പറയുന്ന ലെവലിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒട്ടും തന്നെ ഗ്യാപ്പുകളോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ വളരെ കറക്റ്റ് മെഷർമെൻറ്റ് യൂസ് ചെയ്ത് എക്സ്പെർട്ടുകളായ ആളുകൾക്ക്, അത്യാവശ്യം എക്സ്പെർട്ടുകളായ ആളുകൾക്കാണ് ഈ പറഞ്ഞ ലെവലിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വരണം. ഗ്യാപ്പുകളുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല നീറ്റായിട്ട്, അതുമാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഡിസൈനിങ്ങുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തണമെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലാണ് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു, വളരെ ചെറിയ ബോക്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അന്ന് നമുക്ക് ഏത് ഡിസൈൻ, ഇപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ഫ്രെയിമിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഔട്ടറുള്ള ഫ്രെയിം ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.